നമസ്കാരം. വിവാഹാഭ്യർത്ഥന നിരസിച്ചതിലെ പകയിൽ ഇരട്ടക്കൊല നടന്നിരിക്കുകയാണ് കോയമ്പത്തൂർ പൊള്ളാച്ചിയിൽ. പെൺകുട്ടിയെയും മുത്തശ്ശിയെയും വീട്ടിൽ കയറി യുവാവ് കുത്തിക്കൊലപ്പെടുത്തിയെന്ന വാർത്തയാണ് ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. കൗശി, മൈലാഥൾ എന്നിവരാണ് മരിച്ചത്. പ്രതി അഭിഷേക് പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്. പ്രതിക്ക് 24 വയസ്സാണ്. കൗശിയുടെ സഹോദരി ഹരിതയ്ക്ക് കുത്തേറ്റു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അഭിഷേകും മാതാപിതാക്കളും വിവാഹാലോചനയുമായി കൗശിയുടെ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ കൗശിക്ക് വിവാഹപ്രായം ആയില്ലെന്ന് പറഞ്ഞ് വീട്ടുകാർ ഇയാളെ തിരിച്ചയക്കുകയായിരുന്നു. ഇന്നലെ രാത്രി അഭിഷേക് വീണ്ടും കൗശിയുടെ വീട്ടിലെത്തി ഉടൻ തന്നെ വിവാഹം നടത്തിത്തരണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ വീട്ടുകാർ സമ്മതിച്ചില്ല. മാത്രമല്ല, പിന്നീട് ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. ഒടുവിൽ ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. ഒടുവിൽ കത്തിയെടുത്ത് യുവാവ് കുത്തിക്കൊല്ലുകയായിരുന്നു. എന്തായാലും സംഭവത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന രീതിയിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. കൂടുതൽ കാര്യങ്ങൾ ലഭ്യമല്ല. അതേസമയം ഉത്തർപ്രദേശിൽ മുൻ കാമുകിയെ കൊന്ന് വെട്ടിനുറുക്കി ചാക്കിലാക്കി കനാലിൽ തള്ളിയ യുവാവ് അറസ്റ്റിലായി. ആഗ്രയിലെ സ്വകാര്യ കമ്പനിയിൽ HR മാനേജറായിരുന്ന മിങ്കി ശർമ്മയാണ് കൊല്ലപ്പെട്ടത്. 30 വയസ്സായിരുന്നു. വിനയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 24-നായിരുന്നു സംഭവം. മിങ്കിയും വിനയും നേരത്തെ പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. എന്നാൽ ഇടയ്ക്ക് വച്ച് ഇരുവരും തർക്കമുണ്ടാവുകയും വിനയുടെ വിവാഹാഭ്യർത്ഥന മിങ്കി നിരസിക്കുകയും ചെയ്തു. ഇതോടെ വാക്കുതർക്കം പതിവായി. 24-ന് വിനയ് മിങ്കിയുടെ കഴുത്തിലുൾപ്പെടെ കത്തികൊണ്ട് പലതവണ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം വെട്ടിനുറുക്കി പ്ലാസ്റ്റിക് ചാക്കിൽ പൊതിഞ്ഞു. തല അറുത്തെടുത്ത് മറ്റൊരു ചാക്കിൽ സൂക്ഷിച്ചു. ഒരു ചാക്ക് കനാലിൽ തള്ളി. മറ്റൊരു ചാക്ക് യമുനയിൽ എറിയാനെത്തിയെങ്കിലും അത് പാലത്തിൽ വച്ച ശേഷം വിനയ് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. മിങ്കിയുടെ തലയ്ക്കായുള്ള തെരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച കത്തിയും സ്കൂട്ടർ, വസ്ത്രങ്ങൾ എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട്. അതേസമയം വിവാഹാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി യുവാവ്. തെലങ്കാനയിലെ മഹബൂബാബിൽ ഉച്ചയോടെയാണ് സംഭവമുണ്ടായത്. സന്ധ്യ എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്. 28 വയസ്സായിരുന്നു. കുന്താഞ്ചയ്യ എന്നയാളായിരുന്നു ആക്രമിച്ചത്. 70% പൊള്ളലേറ്റ യുവതി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയായിരുന്നു. മഹബൂബാബാദ് ടൗണിൽ പച്ചക്കറി വിൽപ്പന നടത്തിയിരുന്ന യുവതിയും സമീപത്തെ പാൽ കടയുടമയുമായ അഞ്ജനയും തമ്മിൽ നേരത്തെ സൗഹൃദത്തിലായിരുന്നു. എന്നാൽ യുവതി മറ്റൊരാളുമായി സംസാരിക്കുന്നത് കണ്ടതിനെ തുടർന്ന് അഞ്ജയ് പ്രകോപിതനാവുകയായിരുന്നു. തന്നെ വിവാഹം കഴിക്കണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടെങ്കിലും യുവതി ഇത് നിരസിച്ചു. ഇതിൽ പ്രകോപിതനായ പ്രതി യുവതിയുടെ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. യുവതിയെ തീ കൊളുത്തിയ ശേഷം പ്രതി അവരെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ഇവർക്ക് 2 പേർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു.